ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് എല്ലാവരും ഈ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ആർക്കെങ്കിലും പഠിക്കാൻ ഒരു മടി തോന്നുകയാണെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റിലൂടെ നിങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ ജസ്റ്റ് എന്താണ് ഇന്നത്തെ സെഷൻ സമ്മറി എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് 15 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഓക്കെ, അതിനകത്ത് റീസണിങ്ങിൽ ഒരു 5, അതായത് ഒരു സെറ്റാണ്, 1 സെറ്റ് ഓഫ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വരുന്നുണ്ട്. സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്, അത് സർക്കുലർ ബേസ്ഡ് ആണ്. ഓക്കെ, 8 പേഴ്സൺസിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ഓൾ ഫേസിങ് നോർത്ത്. ഓക്കെ, പക്ഷെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. മീൻസ് പ്രാക്ടീസ് ചെയ്താൽ ഭയങ്കര ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ 5 സബ് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, 5 സബ് ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ഇംഗ്ലീഷിൽ 5 എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് ആണ്, 5 എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, പിന്നെ വരുന്നത് QA ആണ്. അപ്പോൾ ഇങ്ങനെ 3 സെറ്റാണ്, റീസണിങ്, ഇംഗ്ലീഷ്, QA, ഇങ്ങനെ 3 സബ്ജക്ട്സും 3 5 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ 5 സിംപ്ലിഫിക്കേഷൻ ഓർ അപ്രോക്സിമേഷൻ, ഇത് രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻ ആണ് QAയിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾക്ക് ജനറൽ അവയർനെസ് ആവശ്യമില്ല, ബിക്കോസ് ഇത് മെയിൻസിൻ്റെ സബ്ജക്റ്റാണ്. അപ്പോൾ ഈ 3 പ്രിലിംസിൻ്റെ 3 ഒരു പ്രിലിമിനറി മിനി മോക്ക് ടെസ്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ തന്നെ ഒരു ഫ്രഷ് സ്റ്റാർട്ടായിരിക്കും. ഇപ്പം മീൻസ് സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളവർക്ക്, പഠിക്കാനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളവർക്ക് ഈ ഒരു വീഡിയോ വെച്ചിട്ട് നിങ്ങളിങ്ങനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് വരും. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മൾക്കൊരു ട്രാക്കിലേക്ക്, നമ്മൾ ആ സ്റ്റഡി ട്രാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈസിയാണ് പഠിച്ചിട്ട് മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ് മിക്ക കുട്ടികൾക്കും, പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ ലേസി ആയിട്ട് ഇരുന്ന് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. പക്ഷെ പഠിച്ചിട്ട് ആ ഒരു ട്രാക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആരെങ്കിലും ക്രാക്ക് വിത്ത് ജാക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, ക്രാക്ക് വിത്ത് ജാക്ക് ആപ്പ് നിങ്ങളുടെ മൊബൈലിൽ, അതൊരു മൊബൈൽ ആപ്പാണ്, മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ കയറുക. ഓക്കെ, crackvithjack.com വെബ്സൈറ്റിൽ കയറുക, ഈ ഒരു വെബ്സൈറ്റ് കയറുക. അല്ലെങ്കിൽ ഈ ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു കോഡ് DEEPZ, ദീപ്സ് എന്ന് പറയുന്ന ഈ ഒരു കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ കോഴ്സസും, അതേപോലെ PDF കോഴ്സസ്, വീഡിയോ കോഴ്സസ് തമിഴിലാണ്. ഓക്കെ, അപ്പോൾ അത് തമിഴ് സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. പിന്നെ മോക്ക് ടെസ്റ്റുകൾ, അതേപോലെ ബാങ്കിങ് അവയർനെസ് PDF, ഇങ്ങനെ ഒരുപാട് എന്തുണ്ട് PDF കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈവൻ മെയിൻസിനുള്ളതും അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഈ ഒരു കോഡ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സെഷനിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കിട്ടുമ്പം പെട്ടെന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പെട്ടെന്ന് ഒരു സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, കണ്ണോടിച്ചിട്ട് വായിക്കുക. ഓക്കെ, എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ പെട്ടെന്ന്, അത്രയും സ്പീഡിൽ നിങ്ങൾക്ക് ഒരു റീഡിങ് സ്പീഡ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ടു ഫൈൻഡ് ഔട്ട് വെദർ ദർ ഇസ് എൻ എറർ ഇൻ ഇറ്റ്. അപ്പോൾ എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. ഇത് എറർ ഉണ്ടെങ്കിൽ എന്താണ്, ഇപ്പോൾ ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പറയാം, എറർ ഇല്ലെങ്കിൽ നോ എറർ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. ഓക്കെ, നമ്മൾ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് മാത്രമാണ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി എന്തെങ്കിലും പങ്ക്ച്വേഷൻസ്, അങ്ങനത്തെ വല്ല ഡോട്ട്, എന്താണ് സെമി-കോളൻ അല്ലെങ്കിൽ കോമ, അങ്ങനത്തെ പങ്ക്ച്വേഷൻ എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾ എടുക്കേണ്ട. ജസ്റ്റ് ഗ്രാമാറ്റിക്കൽ എറേഴ്സാണ് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക. അപ്പോൾ ഇതിൽ ഓരോ പാർട്ടായിട്ടാണ് കൊടുത്തത്. ഇത് ഫസ്റ്റ് പാർട്ട്, ഇത് സെക്കൻഡ് പാർട്ട്. അപ്പോൾ ഇതിൽ ഏത് പാർട്ടിലാണ് എറർ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് കണ്ടുപിടിക്കുക. അപ്പം ഞാൻ നോക്കാം. ദ ടെമ്പിൾ ഇസ് നോ ടു റീസൈക്കിൾ ആൻഡ് റീയൂസ് ഓൾമോസ്റ്റ് 90% ഓഫ് ഇറ്റ്സ് വേസ്റ്റ് വാട്ടർ ഫോർ ഗാർഡനിങ് ആൻഡ് ക്ലീനിങ് പർപ്പസസ്. അപ്പോൾ ഇവിടെ ടെമ്പിൾ ഇസ് നോ ടു റീസൈക്കിൾ ആൻഡ് റീയൂസ് ഓൾമോസ്റ്റ് 90% ഓഫ് ഇറ്റ്സ് വേസ്റ്റ് വാട്ടർ ഫോർ ഗാർഡനിങ് ആൻഡ് ക്ലീനിങ് പർപ്പസസ്. അപ്പോൾ ആ ഒരു ടെമ്പിൾ അറിയപ്പെടുന്നത്, അല്ലേ, ടെമ്പിൾ എന്താണ് അറിയപ്പെടുന്നത്, അത് ആ ടെമ്പിൾ എന്താ ചെയ്യുന്നത്, കൂടുതലും മീൻസ് ആ ടെമ്പിൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിനെ, അല്ല, ആ ഒരു ടെമ്പിൾ
ഇതിൽ ഫേമസ് ആണ് ഈ ഒരു പ്രവൃത്തി. അതെന്താണ് പറയുന്നത്? റീസൈക്കിൾ. അതേപോലെ അതിൻ്റെ 90% വേസ്റ്റ് വാട്ടർ, ടെമ്പിളിൽ നിന്ന് വരുന്ന 90% ഓഫ് ഇറ്റ്സ് വേസ്റ്റ് വാട്ടർ എന്തിനു വേണ്ടി അത് റീസൈക്കിൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റീയൂസ് ചെയ്യുന്നുണ്ട്? ഗാർഡനിങ്ങിന് വേണ്ടിയിട്ടും ക്ലീനിങ് പർപ്പസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ആ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ ദ ടെമ്പിൾ ഈസ് നോ. ദ ടെമ്പിൾ ഈസ് നോ ടു റീസൈക്കിൾ ആൻഡ് റീയൂസ് ഓൾമോസ്റ്റ്. അല്ലേ? ഇപ്പോൾ ടു റീസൈക്കിൾ ആൻഡ് റീയൂസ് ഓൾമോസ്റ്റിൽ ഒരു എററും ഇല്ല. 90% ഓഫ് ഇറ്റ്സ് വേസ്റ്റ് വാട്ടർ ഫോർ ഗാർഡനിങ് ആൻഡ് ക്ലീനിങ്. ഇതിലൊന്നും എന്തില്ല? എററില്ല. ഇത് നമ്മൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് നോ. നോ എന്നാണോ പറയുക? അത് നോൺ എന്നാണോ പറയുക? ഇവിടെ നമ്മൾ ദ ടെമ്പിൾ ചെയ്യുന്ന ഒരു ആക്ഷനെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അല്ലേ? ടെമ്പിൾ ഇവിടെ എംഫസൈസ് ചെയ്യുന്നത് നമ്മൾ എന്തിനെ കുറിച്ചാണ്? ടെമ്പിൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി. ഇത് ആ ടെമ്പിൾ ഇസ് നോൺ ടു റീസൈക്കിൾ. ആ ടെമ്പിൾ എന്തിലാണ് നോൺ അറിയപ്പെടുന്നത്? ദ ടെമ്പിൾ ഇസ് നോൺ ടു റീസൈക്കിൾ ആൻഡ് റീയൂസ് ഓൾമോസ്റ്റ് 90% ഓഫ് ഇറ്റ്സ് വേസ്റ്റ് വാട്ടർ. സോ അപ്പം നോ ടു റീസൈക്കിൾ ആണോ നോൺ ടു റീസൈക്കിൾ ആണോ? കാരണം ഇവിടെ എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? പാസീവ് വോയിസ് ആയിട്ടാണ് വന്നത്. അപ്പോൾ പാസീവ് വോയിസിൽ എപ്പോഴും ഇസ് പ്ലസ് ദ ടെമ്പിൾ ഈസ് അതിൻ്റെ കൺസ്ട്രക്ഷൻ ഇത് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇസ് പ്ലസ് എന്തായിരിക്കണം? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വേർബ് ആയിരിക്കണം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് ആയിരിക്കണം. അപ്പോൾ നോൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് എന്ത്? നോൺ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഗ്രാമർ റൂൾസ് വരുന്നത്. ഓക്കെ, ദ ടെമ്പിൾ ഇസ് നോൺ ടു റീസൈക്കിൾ ആൻഡ് റീയൂസ്. അപ്പോൾ അതൊരു പാസീവ് വോയിസ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് വരേണ്ടത്. ഓക്കെ, അല്ലാതെ ഇസ് പ്ലസ് നോ അങ്ങനെയല്ല വരേണ്ടത്, ഇസ് നോൺ എന്നാണ് വരേണ്ടത്. പക്ഷേ ഈ ഒരു ഗ്രാമർ റോൾസ്, അതായത് ഇവിടെ നമ്മൾ എംഫസൈസ് ചെയ്യുന്നത് ടെമ്പിൾ എന്നുള്ളതല്ല, ഈ സബ്ജക്റ്റ് ടെമ്പിൾ എന്നുള്ളതല്ല, എന്തിലാണ്? അതിൻ്റെ ആക്ഷനിലാണ് ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലേ? ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനെക്കുറിച്ചാണ്? ആ ടെമ്പിൾ ചെയ്യുന്ന ആ ഒരു ആക്ഷനിലാണ്, അല്ല അത് ടെമ്പിളിനെ കുറിച്ചല്ല, ടെമ്പിൾ ചെയ്യുന്ന ഒരു ആക്ഷനിലാണ് ഇവിടെ എംഫസൈസ് കൊടുക്കുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നോൺ. അപ്പോഴാണ് അല്ലേ ഈസ് നോൺ ടു റീസൈക്കിൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗ്രാമർ റൂൾസ് ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്ത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നമ്മൾ ഒരിക്കലും ഷീ ഈസ് നോൺ ആസ്, അല്ലേ, അല്ലെങ്കിൽ ഷീ ഈസ് നോൺ ടു ബി, ഒരിക്കലും നമ്മൾ ഷീ ഈസ് നോ ആസ് എന്ന് കൊടുക്കുമോ? ഇംഗ്ലീഷിൽ ഷീ ഈസ് നോൺ ആസ് എ ഡാൻസർ എന്തെങ്കിലും ആവട്ടെ, ഷീ ഈസ് നോൺ ആസ്. അല്ലെങ്കിൽ എന്താ കൊടുക്കുക? ഷീ ഈസ് നോ ആസ് എന്ന് കൊടുക്കുമോ നമ്മൾ ഇംഗ്ലീഷിൽ? ഇല്ല. അപ്പം നമ്മൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് നമ്മൾക്ക് റീഡിങ് ഹാബിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കുന്ന ഒരാൾക്ക് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെന്താണ് റോങ് ആണ്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിനൊരു ഗ്രാമർ റൂൾസ് അറിയില്ലെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഈ ഒരു എറർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പോട്ട് ചെയ്യാൻ പറ്റും. സോ ദ ടെമ്പിൾ ഈസ് നോൺ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ദ ടെമ്പിൾ ഈസ് നോൺ ടു റീസൈക്കിൾ ആൻഡ് ഇത് വളരെ ഭയങ്കര ഈസി ലെവൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഈസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് പാസീവ് വോയിസിൽ. സോ ടെമ്പിൾ ഇസ് നോൺ ടു റീസൈക്കിൾ എന്നാണ് വരേണ്ടത്. പക്ഷേ ഒരു ഗ്രാമർ റൂൾസും പാസ്റ്റ് പാർട്ടിസിപ്പിളും പാസീവ് വോയിസ് ഒന്നും അറിയാത്ത ആളാണെങ്കിലും നമ്മൾക്ക് അറിയാം ഷീ ഈസ് നോൺ ആസ് ഓർ ദാറ്റ് ടെമ്പിൾ ഇസ് നോൺ ഫോർ ദിസ്, അല്ലേ? അങ്ങനെ അറിയപ്പെടുന്നത്, ഈ ടെമ്പിൾ അറിയപ്പെടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എപ്പോഴും നോൺ എന്നാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നമ്മൾ ഒരു ന്യൂസ് പേപ്പർ പോലും വായിച്ചില്ലെങ്കിലും അത്യാവശ്യം നമ്മളിപ്പോൾ ഗൂഗിൾ ന്യൂസ് എപ്പോഴും നമ്മൾ ഇപ്പോൾ ഫുൾ എന്താണ് സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ അത്യാവശ്യം അങ്ങനെയുള്ളൊരു ഇംഗ്ലീഷ് ആർട്ടിക്കിൾസൊക്കെ വായിക്കുന്നവർക്ക് തന്നെ ഈ ഒരു എറർ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഏത് പാർട്ടിലാണ് എറർ? ഫസ്റ്റ് പാർട്ടിലാണ് എറർ. കണ്ടോ 1 എന്നല്ല ഇവിടെ കൊടുത്തത്. സോ ഫസ്റ്റ് പാർട്ടിലാണ് എറർ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Okay, she has built a lightweight camera with sensor-wing organic semiconductors that can withstand cosmic radiation and be used in space. ഫസ്റ്റ് സെൻറ്റൻസിൽ എന്തെങ്കിലും എറർ ഉണ്ടോ? ഷീ ഹാസ് ബിൽറ്റ്. എറർ ഉണ്ടോ? ഇല്ല. ഷീ ഹാസ് ബിൽറ്റ് അതെന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് അല്ലേ? ഷീ ഹാസ് ബിൽറ്റ് എ ലൈറ്റ് വെയ്റ്റ് ക്യാമറ വിത്ത് സെൻസർ വിങ് ഓർഗാനിക് സെമി കണ്ടക്ടേഴ്സ് ദാറ്റ് അല്ലേ? സെമി കണ്ടക്ടേഴ്സ് ദാറ്റ് അതിലും തെറ്റില്ല. ഒരു സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന അല്ല സെൻസർ വിങ് ഓർഗാനിക് സെമി കണ്ടക്ടേഴ്സ് ദാറ്റ് can withstood cosmic radiation and be used in space. അപ്പം ഇതിലേത് പാർട്ടാണ് എറർ? ഇതിൽ എറർ ഇല്ല. വിത്ത് സെൻസർവിങ് ഓർഗാനിക് സെമി കണ്ടക്ടേഴ്സ് ദാറ്റ് ക്യാൻ എന്താണ്? വിത്ത്സ്റ്റുഡ് ആണോ വിത്ത്സ്റ്റാൻഡ് ആണോ വരിക? വിത്ത്സ്റ്റുഡ് ആണോ വിത്ത്സ്റ്റാൻഡ് ആണോ വരിക?
ദാറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ആണ് റൈറ്റ്. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻ കണ്ടില്ലേ, ക്യാൻ എന്ന് പറയുന്നത് എന്താണ്, മോഡൽ വേർബാണ്. മോഡൽ വേർബ്. അപ്പോൾ ഏതൊക്കെയാണ് മോഡൽ വേർബ്സ് നമ്മുടെ ഇംഗ്ലീഷിൽ? മോഡൽ വേർബ്സ് എന്ന് പറയുന്നത് ക്യാൻ, കുഡ്, ഷുഡ്, മസ്റ്റ്, ഹാവ് ടു. ക്യാൻ, കുഡ്, ഷുഡ്, മസ്റ്റ്, ഹാവ് ടു. പിന്നെ ഏതൊക്കെയാണ്? മൈറ്റ്, മേ. ഓക്കെ, അപ്പോൾ ക്യാൻ, കുഡ്, മേ, ഷുഡ്, മസ്റ്റ്, ഹാവ് ടു, മൈറ്റ്, മേ, ഇതൊക്കെയാണ്. അതായത് മോഡൽ വേർബ്സ് എന്ന് പറയുമ്പോൾ കുറേ ടൈപ്സ് ഉണ്ട്. ഒന്നെങ്കിൽ എബിലിറ്റീനെ കാണിക്കാൻ, അല്ലേ, ഐ ക്യാൻ ഡു ഇറ്റ്, ഷീ ക്യാൻ ഡു ഇറ്റ്, അങ്ങനെ എബിലിറ്റി. ഓക്കെ, എബിലിറ്റീനെ കാണിക്കാൻ. പിന്നെന്താണ്? പെർമിഷൻസ് ആണ്. ഓക്കെ, പെർമിഷൻ എന്ന് പറയുമ്പോൾ മേ ഐ ഡു ഇറ്റ്, ക്യാൻ ഐ, അങ്ങനെയും വരും. ഓക്കെ, ക്യാൻ ഐ അല്ലെങ്കിൽ മേ ഐ എന്ന് പറയുന്ന തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, അതും എന്താണ്, മോഡൽ വേർബ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ എബിലിറ്റി പോലത്തെ അങ്ങനത്തെ ടൈപ്പ്, അല്ലെങ്കിൽ പെർമിഷൻസ്, അല്ലെങ്കിൽ അഡ്വൈസ് ആണ്. അഡ്വൈസ് എന്ന് പറയുമ്പോൾ യു ഷുഡ് സ്റ്റഡി വെൽ, അല്ലേ, അപ്പോൾ ഷുഡ് എന്ന് പറയുന്നത് അവിടെ അഡ്വൈസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ചിലത് ഒബ്ലിഗേഷൻ ആണ്. ഒബ്ലിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളിന് ഒരു ഡ്യൂട്ടി നമ്മൾ അസൈൻ ചെയ്യുകയാണ്, അല്ലേ, നിങ്ങൾ അങ്ങനെ ചെയ്തിരിക്കണം എന്നുള്ളൊരു ഒബ്ലിഗേഷൻ ആണ്. യു മസ്റ്റ് എന്താണ് ഇങ്ങനെ ചെയ്തിരിക്കണം, നീ മസ്റ്റായിട്ട് അങ്ങനെ ചെയ്തിരിക്കണം, ഓർ യു ഹാവ് ടു ഗോ ദേർ, അങ്ങനെ പറയും, ഇല്ല. അപ്പോൾ അതൊരു ഒബ്ലിഗേഷൻ ആണ്. പിന്നെ പോസിബിലിറ്റി ആണ്. എന്ത്? ഇറ്റ് മൈറ്റ് ഹാപ്പൺ, ഇറ്റ് മൈറ്റ്, അല്ലെങ്കിൽ മേ എന്നൊക്കെ പറയുന്നത് പോസിബിലിറ്റി ആണ്. അപ്പോൾ ഇതെല്ലാം എന്താണ്, മോഡൽ വേർബ്സ് ആണ്. അപ്പോൾ ഈ മോഡൽ വേർബ്സ് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, മോഡൽ വേർബ്സ് കഴിഞ്ഞാൽ വേർബിൻ്റെ എപ്പോഴും എന്ത് ഫോമാണ് വരിക, റൂട്ട് ഫോം ഓഫ് ദി വേർബാണ് വരിക, റൂട്ട് ഫോം ഓഫ് ദി വേർബ്. ഓക്കെ, അല്ലെങ്കിൽ റൂട്ട് ഫോം ഓഫ് ദ വേർബ്, അല്ലെങ്കിൽ നമ്മൾക്ക് പറയാം ബേസ് ഫോം, വേർബിൻ്റെ ബേസ് ഫോം. അപ്പോൾ വിത്ത്സ്റ്റാൻഡ് ആണ് വിത്ത്സ്റ്റുഡിൻ്റെ, അല്ലേ, വിത്ത്സ്റ്റാൻഡ് എന്നുള്ളതാണ് അതിൻ്റെ റൂട്ട് ഫോം ഓഫ് ദി വേർബ്, അല്ല, അതിൻ്റെ പാസ്റ്റ് ആണ് എന്ത്, വിത്ത്സ്റ്റുഡ് എന്ന് പറയുന്നത്, അല്ലേ. സോ ക്യാൻ, അപ്പോൾ എപ്പോഴും ക്യാൻ ഫോളോ ചെയ്യുന്നത്, ക്യാൻ, അതേപോലെ ഷുഡ്, കുഡ്, മസ്റ്റ്, ഹാവ് ടു, മൈറ്റ്, മേ പോലെയുള്ള മോഡൽ വേർബ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നത് റൂട്ട് ഫോം ഓഫ് ദി വേർബാണ്. ഓക്കെ, സോ ക്യാൻ വരികയാണെങ്കിൽ ക്യാൻ പാസ്റ്റ് ഫോംസ് വരില്ല, ക്യാൻ വിത്ത്സ്റ്റുഡ് അല്ല വരിക, ക്യാൻ വിത്ത്സ്റ്റാൻഡ് ആണ് വരിക. സോ വാട്ട് ഇസ് ദ റൈറ്റ് ആൻസർ? ക്യാൻ വിത്ത്സ്റ്റാൻഡ്. അതാണ് റൂട്ട് ഫോം ഓഫ് ദി വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, റൂട്ട് ഫോം ഓഫ് ദി വേർബ്. ഇനി നമ്മൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ റൂട്ട് ഫോം എന്ന്, അല്ലെങ്കിലും ഇനിയിപ്പോൾ ഒരു ഗ്രാമർ റൂൾസ് അറിയില്ലെങ്കിലും നിങ്ങൾക്ക് അറിയാലോ, ഷീ ക്യാൻ ഡു ഇറ്റ് എന്നല്ലേ പറയുള്ളൂ, അല്ലെങ്കിൽ ഇത് സെമി കണ്ടക്ടേഴ്സ് ദാറ്റ് ക്യാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൽ പാസ്റ്റ് ഇടുമോ? ഇല്ല, ക്യാൻ ആണ്, അല്ലേ. സോ ക്യാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എബിലിറ്റി ആണ്, അല്ലേ. സോ നമ്മൾ ഒരിക്കലും ഷീ ക്യാൻ ഡിഡ് ഇറ്റ് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും പറയോ? ഇല്ല. ക്യാൻ കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും പാസ്റ്റ് പറയോ? ഇല്ല, ഷീ ക്യാൻ ഡു ഇറ്റ് എന്നാണ് പറയുക. സോ ഒരു ഗ്രാമർ റൂൾസും അറിയില്ല, ഈ മോഡൽ വേർബ്സ് അറിയില്ല, റൂട്ട് ഫോം ഓഫ് ദ വേർബ് അറിയില്ല, ഇങ്ങനത്തെ കാര്യങ്ങളും ടേംസ് ഒന്നും അറിയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് റീഡിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ എറർ എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലേ. ഷീ ഹാസ് ബിൽറ്റ് എ ലൈറ്റ് വെയ്റ്റ് ക്യാമറ with sensor-wing organic semiconductors that can withstand cosmic radiation and be used in space. അത് പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ക്യാൻ വിത്ത്സ്റ്റുഡ് ഒരിക്കലും വരില്ല എന്ന്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി, ക്യാൻ പോലെയുള്ള മോഡൽ വെർബ്സ് ഓൾവേസ് ഫോളോസ് ദ റൂട്ട് ഫോം ഓഫ് ദ വെർബ്. ഇനി നിങ്ങൾക്ക് അതിനുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്, വെർബിൻ്റെ റൂട്ട് ഫോംസ് എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇപ്പോൾ ഡ്രിങ്ക് എന്ന് പറയുന്ന വേർഡ്, അല്ലേ, ഡ്രിങ്ക് എന്ന് പറയുന്ന വേർഡ് എന്ന് പറയുന്നത് എന്താണ്, റൂട്ട് ഫോം ആണ്, അല്ല, അത് ബേസ് അല്ലെങ്കിൽ ബേസ് ആണ്, ഒരു വേർബിൻ്റെ ബേസ് ഫോമാണ് ഡ്രിങ്ക് എന്ന് പറയുന്നത്. അതിൻ്റെ എസ് ഫോമാണ് എന്ത്, എസ് ഫോമാണ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ING ഫോമാണ് എന്ത്, ഡ്രിങ്കിങ് എന്ന് പറയുന്നത് ING ഫോമാണ്. ഇനി അതിൻ്റെ പാസ്റ്റ്, ഓക്കെ, പാസ്റ്റ് എന്താണ്, ഡ്രാങ്ക് ആണ്.
ഓക്കെ, അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്താണ്? ഡ്രങ്ക് ആണ്. ഓക്കെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഡ്രങ്ക് ആണ്, പാസ്റ്റ് ഫോം ഡ്രാങ്ക് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ റൂട്ട് ഫോം. ഇതാണ്, അതായത് ഒരു വേർബിന് എസ് ഫോം ഉണ്ടാവും, ING ഫോം ഉണ്ടാവും, പാസ്റ്റ് ഫോം ഉണ്ടാവും, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ റൂട്ട് ഫോമാണ് എപ്പോഴും, അതായത് മെയിൻ ആയിട്ടുള്ള ആ ഒരു വേർഡില്ലേ ഡ്രിങ്ക്, അങ്ങനെയാണ്. അതായത് ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ വിത്ത് സ്റ്റാൻഡ്, അങ്ങനെയാണ് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. കമ്പൈലിംഗ് എ ഗ്ലോബൽ ഡേറ്റാബേസ് ഓഫ് കേസസ് ഓഫ് കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ് ഇസ് എ ഗുഡ് ഐഡിയ. അപ്പോൾ ഇതിൽ നോക്കുമ്പം ഇവിടെ എവിടെയെങ്കിലും എറേഴ്സ് ഉണ്ടോ? ഓക്കെ, സോ കമ്പൈലിംഗ് എ ഗ്ലോബൽ ഡേറ്റാബേസ് ഓഫ് കേസസ്. കമ്പൈലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പൈലിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് നമ്മൾക്ക് എന്താണ് കുറേ നമ്മൾ ഒരു പല സോഴ്സസ് നിന്ന് നമ്മൾ ഇൻഫോർമേഷൻസ് അല്ലേ, അതാണ് പല സോഴ്സസ് നമ്മൾ ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യുക, അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഇൻഫോർമേഷൻസൊക്കെ അസംബിൾ ചെയ്തിട്ട് ഒരു പുതിയൊരു ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്പൈലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മളെല്ലാം അല്ല ആ ഡേറ്റാബേസ് എല്ലാം ഒന്ന് നമ്മൾ ജസ്റ്റ് ഓർഗനൈസ് ചെയ്യാമെന്ന് നമുക്ക് ഈ സിമ്പിളായിട്ട് പറയാം, ജസ്റ്റ് ഓർഗനൈസിങ് എന്ന്. ഓക്കെ, സോ കമ്പൈലിംഗ് എ ഗ്ലോബൽ, ഇതിലൊരു എററും ഇല്ല. ഡേറ്റാബേസ് ഓഫ് കേസസ്, കമ്പൈലിംഗ് എ ഗ്ലോബൽ ഡേറ്റാബേസ് ഓഫ് കേസസ് ഓഫ് അല്ലേ, എന്തിൻ്റെ കേസസ് ആണ്? ഓഫ് കേസസ് ഓഫ് കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ്. സോ ഇൻഫ്രിഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് വീണ്ടും ഒരു ഇത് കിട്ടുകയാണ്, വൊക്കാബുലറി കിട്ടുകയാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് ഇൻഫ്രിഞ്ച്മെൻറ്റ്. ബിക്കോസ് ന്യൂസ് പേപ്പറിലൊക്കെ സ്ഥിരം വരുന്ന ഒരു വേർഡാണ്. എന്താണ് ഇൻഫ്രിഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? വയോലേഷനാണ് അല്ല, വയോലേറ്റ് ചെയ്യുക, ബ്രേക്കിംഗ് ദ റൂൾസ് ആണ് ഇൻഫ്രിഞ്ച്മെൻറ്റ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ന്യൂസ് പേപ്പറിൽ വരാൻ ചാൻസസ് ഉള്ള വേർഡാണല്ലോ ഇൻഫ്രിഞ്ച്മെൻറ്റ്. അപ്പോൾ എപ്പോഴും കാണുന്ന ഒരു വേർഡാണ് ഇൻഫ്രിഞ്ച്മെൻറ്റ്. സോ ഇൻഫ്രിഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? വയോലേഷൻ ആണ്. സോ കമ്പൈലിംഗ് എ ഗ്ലോബൽ ഡേറ്റാബേസ് ഓഫ് കേസസ് ഓഫ് കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ് ഇസ് എ ഗുഡ് ഐഡിയ. അതൊരു ഗുഡ് ഐഡിയ ആണ്. ഇതിലെന്തെങ്കിലും എറേഴ്സ് കാണാൻ പറ്റുന്നുണ്ടോ? ഫസ്റ്റ് പാർട്ടിൽ എറർ ഉണ്ടോ? ഇല്ല. ഡേറ്റാബേസ് ഓഫ് കേസസ് ഓഫ് കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ്, കോപ്പിറൈറ്റിൻ്റെ ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓക്കെ ഇസ് എ ഗുഡ് ഐഡിയ. അപ്പോൾ ഇതിലേതാ കമ്പൈലിംഗ്? ഇല്ല. അതിലെന്തെങ്കിലും എറർ ഉണ്ടോ? ഇല്ല. സോ നോ എററാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. against an enemy who is one step ahead of theirs at every turn, Robert and Rosetta must navigate the labyrinthine passageways of the city. ഓക്കെ, സോ ഇതിലെവിടെ ഏത് പാർട്ടിലാണ് എറർ? ഫസ്റ്റ് പാർട്ട് നോക്കാം. എഗെയിൻസ്റ്റ് ആൻ എനിമി, ആൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലേ. എഗെയിൻസ്റ്റ് ആൻ എനിമി, ഹൂ ആൻ എനിമി അല്ലേ. സോ ഹൂ ഇസ് വൺ, ഇപ്പോൾ സിംഗുലർ ആണ്, അപ്പോൾ അതും കറക്റ്റാണ്. എഗെയിൻസ്റ്റ് ആൻ എനിമി ഹൂ ഇസ് വൺ സ്റ്റെപ്പ് എഹെഡ് ഓഫ് അല്ലേ. എഗെയിൻസ്റ്റ് ആൻ എനിമി, ആ എനിമി ഹൂ ഇസ് വൺ സ്റ്റെപ്പ് എഹെഡ് ഓഫ് ആര്? വൺ സ്റ്റെപ്പ് എഹെഡ് ഓഫ് അല്ലേ, ആരോ ആണ് വൺ സ്റ്റെപ്പ് എഹെഡ് ഓഫ് ഏതോ ആൾക്കാർ. അറ്റ് എവരി ടേൺ റോബർട്ട് ആൻഡ് റൊസേറ്റ മസ്റ്റ് നാവിഗേറ്റ് this passageway of the city, the labyrinthine passageways of the city. അപ്പോൾ ഇതിൽ എവിടെയാണ് എറർ? ഈ ദേഴ്സിലാണ് അല്ലേ. അപ്പം against that enemy who is one step ahead of theirs ആണോ വരേണ്ടത്, them ആണോ വരേണ്ടത്? കാരണം ഈ ഒരു പാർട്ട് ആരെയാണ് സൂചിപ്പിക്കുന്നത്? റോബർട്ട് ആൻഡ് റൊസേറ്റനെയാണോ? ഓക്കെ, ആ ദെയർ എന്ന് പറയുന്നത് ആരാണ്? റോബർട്ട് ആൻഡ് റൊസേറ്റയാണ്. സോ നമ്മൾ ഒബ്ജക്റ്റീവ് കേസാണ് എടുക്കേണ്ടത്. കാരണം വൺ സ്റ്റെപ്പ് എഹെഡ് ഓഫ് ദം അല്ലേ എടുക്കേണ്ടത്. ദെയറിന് പകരം എന്താ എടുക്കേണ്ടത്? ദം ആണ്. ഓക്കെ, ബിക്കോസ് ഇതിൽ പ്രോണൗൺ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. സോ വൺ സ്റ്റെപ്പ് എഹെഡ് ഓഫ് ഇതാരെയാണ് സൂചിപ്പിക്കുന്നത്? റോബർട്ട് ആൻഡ് റൊസേറ്റോനെയാണ്. സോ വൺ സ്റ്റെപ്പ് എഹെഡ് ഓഫ് ദെയേഴ്സ് ആണോ? അത് വൺ സ്റ്റെപ്പ് എഹെഡ് ഓഫ് ഒബ്ജക്റ്റീവ് പ്രോണൗൺ, വൺ സ്റ്റെപ്പ് എഹെഡ് ഓഫ് ദം അല്ലെ, വൺ സ്റ്റെപ്പ് എഹെഡ് ഓഫ് ഹിം അങ്ങനെയല്ലേ പറയാ. സോ വൺ സ്റ്റെപ്പ് എഹെഡ് ഓഫ് ദം അറ്റ് എവരി ടേൺ. സോ ഇതെന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ടിലാണ്. ഓക്കെ, സോ എഗെയിൻസ്റ്റ് ആൻ എനിമി ഹു ഇസ് വൺ സ്റ്റെപ്പ് എഹെഡ് ഓഫ്
theirs ആണോ? അല്ല, റോബർട്ട് ആൻഡ് റൊസെറ്റോ ആണ്. സോ 1 step ahead of them at every turn. Robert and Rossetto must navigate. Okay. സോ പാർട്ട് ഏതാണ്? സെക്കൻഡ് പാർട്ടിലാണ് എറർ. theirs മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? them ആണ് ആക്കേണ്ടത്. ഓക്കെ. The perpetrator proved to be a 13-year-old girl, scarcely known to the victim, jealous of an older boy's changing affections. അപ്പോൾ ഇതിൽ എവിടെയാണ് എറർ? ഇത് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ് കേട്ടോ. ഓക്കെ, അതായത് നമ്മൾ 13 ഷീ ഈസ് 5 years old. ഇത് തെറ്റാണോ ശരിയാണോ? ഷീ ഈസ് 5 years old. ഇവിടെ ഷീ എന്ന് പറയുന്നതാണ് നൗൺ അല്ലേ? ഇവിടെ ഷീ ആണ് നൗൺ. അപ്പോൾ ഇവിടെ എന്താ സൂചിപ്പിക്കുന്നത്? ആ ഷീ എന്ന് പറയുന്ന ആ നൗണിൻ്റെ ഏജിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലേ? ഷീ ഈസ് 5 years old അല്ലെങ്കിൽ ഷീ ഈസ് 3 years old. അവൾക്ക് 5 വയസ്സാണ്. സോ ഷീ ഈസ് 5 years old. അപ്പോൾ അതിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇയേഴ്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് റൈറ്റ്. ഓക്കെ, കാരണം ഇവിടെ എന്താണ്? ഷീ ഈസ് 5 years old. ഇവിടെ ഈ നൗണിനെയാണ് പറയുന്നത് 5 years old എന്ന് അല്ലേ? ഈ നൗണാണ് 5 years. സോ ഷീ ഈസ് 5 years. അതായത് നൗണിൻ്റെ വയസ്സിനെയാണ്, ഏജ് ഓഫ് ദ നൗൺ ആണ് ഇവിടെ അല്ലേ? ഏജ് ഓഫ് ദ നൗൺ. ഇനി നെക്സ്റ്റ് കേസിൽ 10 years old അല്ലെങ്കിൽ 10 years old കാർ ഇങ്ങനെ വരികയാണെങ്കിലോ? ടെൻ ഇയേഴ്സ് ഓൾഡ് കാർ. അപ്പോൾ ഇവിടെ ഈ നൗണിന് മുന്നാണ് എന്ത് വന്നിരിക്കുന്നത്? ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? ഇയേഴ്സ് എന്ന് പറയില്ല. ബിക്കോസ് അത് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? അഡ്ജക്റ്റീവ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അഡ്ജക്റ്റീവ് അല്ലേ? കാരണം അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നൗണിനെ മോഡിഫൈ ചെയ്യുന്നതാണല്ലോ. അപ്പം ഇവിടെ മെയിൻ നൗൺ ആയിട്ടുള്ള കാർ, അപ്പോൾ അതിന് എന്താണ്? 10 years അല്ലേ? 10 ഈ നമ്പർ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? 10 എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ 10 year old കാർ എന്നാണ് വരേണ്ടത്. ഓക്കെ, 10 year old കാർ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ സിമ്പിളായിട്ട് പറയാം. ഓക്കെ, 13 years old. The perpetrator proved to be a 13 years old girl. അപ്പോൾ ഇവിടെ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? അഡ്ജക്റ്റീവ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, 13 years എന്ന് പറയില്ല. എന്താ വരേണ്ടത്? 13 year ആണ്. ഓക്കെ, സോ ടു ബി എ 13 year old girl. ഓക്കെ, അത് അങ്ങനെ വന്നുകൊണ്ടാണ്. അപ്പോൾ ഈ ഗേൾ എന്ന് പറയുന്ന ഈ നൗണിന് മുൻപാണ് എന്ത് വന്നിരിക്കുന്നത്? ഈ നമ്പർ വന്നിരിക്കുന്നത് അല്ലേ? സോ എന്ത് ചെയ്യുക? 13 year old girl എന്നാണ് പറയുക. പക്ഷേ ഷീ ഈസ് 13 years old എന്ന് നമുക്ക് പറയാം. കാരണം ഷീ എന്ന് പറയുന്ന നൗണിന് ശേഷമാണ് ആ 13 വന്നത്. സോ ഷീ ഈസ് 13 years old അങ്ങനെ പറയാം. 13 years YEARS ഷീ ഈസ് 13 years old എന്ന് പറയാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. ഷീ ഈസ് 13 years old. ഷീ ഈസ് 13 years old എന്ന് പറയാം. പക്ഷേ 13 year old girl എന്ന് പറയുമ്പം 13 year old girl എന്ന് പറയുമ്പോൾ നൗണിൻ്റെ മുൻപായിട്ട് എന്താണ്? അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ 13 year old girl എന്നാണ് വരിക. സോ ഇവിടെ എന്താണ്? എസ്. ഇതാണ് ഇതിൻ്റെ എറർ. ഓക്കെ, 13 year old ആണ്. സോ പാർട്ട് ഏതാണ്? സെക്കൻഡ് പാർട്ടിലാണ് എറർ. സോ എറർ ലൈസ് ഇൻ ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദി സെൻറ്റൻസ്. ഓക്കെ, ഓക്കെ, ഇപ്പോൾ ഇംഗ്ലീഷ് സെഷൻ കഴിഞ്ഞു. ഇനി QA ആണ്. അപ്പോൾ ഇതെപ്പോഴും ഇത് പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ പോസ് ചെയ്തിട്ട് പെട്ടെന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അറിയുന്നവർ പെട്ടെന്ന് ചെയ്ത് നോക്കുക. ഇനി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളവരാണെങ്കിൽ എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇങ്ങനെ കാണുമ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. അതായത് x ഡിവൈഡഡ് ബൈ y divided by z is equal to
ക്വസ്റ്റ്യൻ മാർക്ക് ഇങ്ങനത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ബൈ വൈ സെറ്റ് എന്നുള്ളൊരു ഫോമിൽ നിങ്ങൾ വേഗം മാറ്റുക. മനസ്സിലായി? അല്ലാതെ കാണുമ്പോൾ തന്നെ കൺഫ്യൂഷൻ ആവണ്ട. ഇതെല്ലാം എല്ലാ ഭാഗത്തും ഡിവിഷൻ സിമ്പിൾ ആണല്ലോ, അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരണ്ട. ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, എക്സ് ഡിവൈഡഡ് ബൈ വൈ ഇൻറ്റു സെറ്റ്, ദാറ്റ് ഇസ് വൈ സെറ്റ്, എക്സ് ബൈ വൈ സെറ്റ്. എങ്ങനെയാണെങ്കിൽ എക്സ് ഡിവൈഡഡ് ബൈ വൈ ഡിവൈഡഡ് ബൈ വൈ ഡിവൈഡഡ് ബൈ സെറ്റ്. ഈ ഒരു ഫോമിലാണെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇങ്ങനെ ചെയ്യാം. ഓക്കെ, എക്സ് ബൈ വൈ ഇൻറ്റു സെറ്റ്, എക്സ് ബൈ വൈ ഇൻറ്റു സെറ്റ് എന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 4545 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 5 എന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് എന്ത് ചെയ്യാം, പെട്ടെന്ന് നമ്മൾക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഞാനിത് കുറച്ച് സ്ലോയിലാണ് പറഞ്ഞുതരിക, കാരണം ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതും ഒക്കെ കുറച്ച് മീൻസ് ചിലർക്ക് എന്താ പറയുക, കുറച്ച് എന്താ പറയുക, മാത്സിൽ കുറച്ച് വീക്കായിട്ടുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ കുറച്ച് നിങ്ങളുടെ എന്താ പറയുക ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ട് നിങ്ങൾ ബാങ്ക് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും, അപ്പോൾ ആ ടച്ച് വിട്ടവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ 5 എന്ത് ചെയ്യാം, പെട്ടെന്ന് 5 എന്ത് ചെയ്യാം, പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എങ്ങനെ ക്യാൻസൽ ചെയ്യാം, അതായത് ഡിവൈഡ് ചെയ്യാണ് നമ്മൾ. ഓക്കെ, അപ്പം നമ്മൾക്കറിയാം 5 ഇൻറ്റു 9 എന്താണ്, 45 ആണ്. പിന്നെ 0, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. 0 പിന്നെ 9, വീണ്ടും 9. സോ 9 ഇൻറ്റു 5 എന്താണ്, 4545 ആണ്. പിന്നെ നമുക്ക് വരുന്നത് 909ഉം ഡിവൈഡഡ് ബൈ 50 ആണ്. അത് നമ്മൾക്ക് നേരെ എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്തിട്ട് തന്നെ പോവാം അല്ലേ. ഇപ്പോൾ നമുക്ക് കാണിച്ചു തരികയാണെങ്കിൽ അതാ 909 50 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 150 തന്നെ, പിന്നെ 04, സോ 409 ആണ്. അപ്പോൾ 50 ഇൻറ്റു എത്രയാണ്, 8, 400 ആണ് അല്ലേ. പിന്നെ എത്ര വരും, ഇവിടെ 9 വരും, പിന്നെ വീണ്ടും 0, സോ 18.1 അല്ലേ. അപ്പോൾ ഇത് എത്രയാണ്, 50, വീണ്ടും എന്താണ് 18.18 അല്ലേ. 18.18 ഇസ് ദി ആൻസർ. ഇത് ഭയങ്കര ഈസിയാണ്, അപ്പം പെട്ടെന്ന് ചെയ്യാം, വിത്തിൻ സെക്കൻഡ്സ്. കാരണം നമ്മളിത് ചെയ്യുമ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ രണ്ട് ഭാഗത്തും ഡിവിഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ 5ഉം 5ഉം പെട്ടെന്ന് ഇതിൽ കാണുമ്പോൾ തന്നെ, ക്വസ്റ്റ്യനിൽ കാണുമ്പോൾ തന്നെ ചെയ്യാം. 909 ആണെന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ നമ്മൾക്ക് ഇതും ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. സോ 50 90 ആയതുകൊണ്ട് 1 ആണെന്ന് അറിയാം. പിന്നെ ബാക്കി എത്ര വരും, 40 ആണ്. പിന്നെ 409 ആണെന്ന് അല്ലേ. പിന്നെ 40, അപ്പോൾ 5 ഇൻറ്റു 8 എന്തായാലും 40 ആണെന്ന് അറിയാം. സോ 5 ഇൻറ്റു 50 ഇൻറ്റു 8 400 ആണ്. അപ്പം 8. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്യാം, മൈൻഡിൽ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് 909 ഡിവൈഡഡ് ബൈ 50 എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ ഡി, 18.18 ഇസ് ദി ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹോൾ സ്ക്വയർ റൂട്ട് ആണ്. ഹോൾ സ്ക്വയർ റൂട്ടിനുള്ളിൽ 5 സ്ക്വയർ ഇൻറ്റു 14 മൈനസ് 6 ഇൻറ്റു 7 പ്ലസ് 4x അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ മാർക്ക് ഇസ് ഈക്വൽ ടു 18. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കുറച്ചും കൂടി ഈസി ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇത് രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ 18ൻ്റെ സ്ക്വയർ എത്രയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനല്ല ഇതിന് മുമ്പ് ബിപിൻ സർ പറഞ്ഞിട്ടുണ്ടാവും, എല്ലാത്തിൻ്റെയും എന്താണ് സ്ക്വയേഴ്സ് പഠിക്കണം എന്നുള്ളത് അല്ലേ. അപ്പോൾ 8ൻ്റെ സ്ക്വയർ എത്രയാണ്, 3 to 4 ആണ് 18ൻ്റെ സ്ക്വയർ. ഓക്കെ, 3 to 4. അപ്പോൾ എന്ത് ചെയ്യുക, ബോത്ത് സൈഡ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. ബോത്ത് സൈഡ്സ് സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ ആ വലിയ സ്ക്വയർ റൂട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് സ്ക്വയർ റൂട്ട് ഇൻറ്റു സ്ക്വയർ റൂട്ട് എത്രയാണ്, ആ നമ്പർ തന്നെയാണ് കിട്ടുക അല്ലേ. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് അല്ലേ, സ്ക്വയർ റൂട്ടിൻ്റെ ഹോൾ സ്ക്വയർ. അപ്പം നമുക്ക് ആ വാല്യൂ തന്നെ ഇത് തന്നെ കിട്ടും അല്ല. അപ്പോൾ ഈ സ്ക്വയർ റൂട്ട് എന്താവും, ക്യാൻസൽ ആവും. ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, എക്സ് ആണ്. ഓക്കെ, ഇത് ബേസിക് അറിയാത്തവർക്കാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, 5 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 25 ഇൻറ്റു 14, 25 ഇൻറ്റു 14. ഓക്കെ, മൈനസ് 6 ഇൻറ്റു 7. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക, 25 ഇൻറ്റു 14 മൈനസ് 6 ഇൻറ്റു 7 42 പ്ലസ് 4
എക്സ് ഇസ് ഈക്വൽ ടു 3 to 4 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യണമെങ്കിൽ ബിപിൻ സർ ഇതിന് മുമ്പ് ഇതിനെന്തെങ്കിലും ട്രിക്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അങ്ങനെ ഫോളോ ചെയ്യുന്നവർ അത് തന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഓൾറെഡി മൈൻഡ് കാൽക്കുലേഷൻ നിങ്ങൾ നന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യുക. അല്ലാതെ നിങ്ങൾ ആ ബേസിക് ട്രഡീഷണൽ മെത്തേഡ് വെച്ചിട്ട് 25 × 14 എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഈസി മെത്തേഡ് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക, 25 × 14 പെട്ടെന്ന് ഇത് നിങ്ങൾക്ക് പെന്നോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മൈൻഡിൽ ചെയ്യാം. ഞാനിപ്പോൾ പറയുന്ന കാര്യം ഓക്കെ, അതായത് 25 × 14 നമ്മൾക്ക് എന്ത് ചെയ്യാം, 10+4 എന്ന് എഴുതാം. ഓക്കെ, 25 × 14 നമ്മൾക്ക് എന്ത് ചെയ്യാം, 10+4 എന്ന് എഴുതാം. അപ്പോൾ 25 × 10 എത്രയാണോ, 250 പ്ലസ് അല്ലേ, 25 × 10 250, പിന്നെന്താണ് പ്ലസ് 25 × 4 എത്രയാണ്, 100. അപ്പോൾ എത്ര കിട്ടി, 350 എന്ന് കിട്ടി. അപ്പോൾ 25 × 14 എങ്ങനെ കിട്ടി, 350 എന്ന് ഈസി ആയിട്ട് കിട്ടി. ഒന്നെങ്കിൽ ഈ മെത്തേഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം. ഓക്കെ, 25 × 10+4. ഓക്കെ, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പെന്നോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 25 × 10+4, സോ 25 × 10 250 പ്ലസ് 25 × 4 100, സോ 250 + 100 is 350. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം മൈൻഡിൽ. ഓക്കെ, ഇത് കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മൈൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറൊരു മെത്തേഡ് ഉണ്ട്, 25 × 14. ഇത് 2/2 മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, 2/2 മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇത് ചെയ്യാം. 5 × 4 എത്രയാണ്, 20, 2 ക്യാരിയാണ്. പിന്നെ ഇതും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം. അതായത് 2 × 4 8 ആണ്, 8 + 5 × 1 5. അപ്പോൾ എത്രയാണ്, 13 ആണ് അല്ലേ. സോ 2 × 4 8, 8 + 5, 5 × 1 5. So 8 + 5 is 13 and 13 + 2 15. Okay, again 1 is carry, again 1 carry. പിന്നെ എന്ത് ചെയ്യുക, 2 × 1 എന്ന് ചെയ്യുക. 2 × 1 2 ആണ്, പ്ലസ് 1 3. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി, 350 എന്ന് കിട്ടി. അതായത് ഇതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ 2/2 മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഇവിടെ രണ്ട് ടു ഡിജിറ്റ്സ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ആദ്യം എന്ത് ചെയ്യുക, ഈ രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എടുത്തെഴുതുക. പിന്നെ എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതും മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്ലസ് ചെയ്യുക. ഓക്കെ, അതെന്ത് ചെയ്യുക, ഇവിടെ എടുത്തെഴുതുക. പിന്നെ ലാസ്റ്റ് ഈ രണ്ട് ടേംസ് ഈ ഡിജിറ്റ് രണ്ടെണ്ണം എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എടുത്തെഴുതുക. ഓക്കെ, അപ്പോൾ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഓൾറെഡി നല്ല മൈൻഡ് കാൽക്കുലേഷനും കാൽക്കുലേഷൻസിലൊക്കെ നല്ല എക്സ്പെർട്ട് ആണെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും എന്താ പറയുക, ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷനൊക്കെ കുറച്ച് സ്ലോ ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 25 × 14 നമുക്ക് എത്ര കിട്ടും, 350 എന്ന് കിട്ടും. മൈനസ് 42 + 4x is equal to 324. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, 350 - 4. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്കെ 350 - 42 എത്ര കിട്ടും, 0. 10 - 2 8 ആണ്. പിന്നെ 0 308. ഓക്കെ, നിങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നോക്കിയിട്ട്. ഇതിപ്പോൾ ഉണ്ടോ 0 ആണ്, 0 - 2 ദാറ്റ് ഇസ് 10 - 2 8 ആണ്. പിന്നെ ഇവിടെ 4 തന്നെ വരും, സോ 0. പിന്നെ ഇവിടെ എത്രയാണ്, 3 - 0 അല്ലേ, അപ്പോൾ 3 തന്നെ വരും. പ്ലസ് 4x is equal to 324 ആണ്. അപ്പോൾ 4x is equal to 324 മൈനസ് എന്ത് വരും, 308 വരും അല്ലേ. അപ്പോൾ എത്രയാണ്, 6 8 6 14 ആണ്. പിന്നെ 1 16 വന്നു അല്ലേ. സോ 16 is equal to എന്താണ്, 4x എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ എത്രയായിരിക്കും, 4ൻ്റെ എത്ര റൂട്ട് മേലെ, 4 എന്താണ് 16, 4 സ്ക്വയർ ആണ് 16 എല്ലാവർക്കും അറിയാം. സോ എക്സിൻ്റെ വാല്യൂ എന്താണ്, 2 ആണ്. എക്സിൻ്റെ വാല്യൂ 2. അപ്പോൾ കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും സ്ലോ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഇത്രയും സ്പീഡിൽ തന്നെ ചെയ്യാം. നമുക്ക് 25 × 14 എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും, 350 എന്ന് കിട്ടും. 350 - 42 + 4x is equal to 324 ആണ്. പിന്നെ 324ഉം
ഓക്കെ, ഇത് രണ്ട് മൈനസ് ചെയ്താൽ 308 എന്ന് കിട്ടും. പിന്നെ 324ഉം 308ഉം മൈനസ് ചെയ്യുകയാണെങ്കിൽ 16 എന്ന് കിട്ടും. 16 ഇസ് ഈക്വൾ ടു, പിന്നെ അത് എടുത്ത് എഴുതുമൊന്നും വേണ്ട, 4x ഇസ് ഈക്വൾ ടു 16 ആണ്. സോ 4 സ്ക്വയർ ആണ് 16 അങ്ങനെ കിട്ടും. അപ്പോൾ ഇത്രയും സ്പീഡിൽ എന്ത് ചെയ്യാൻ നോക്കുക. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് 1/2 ഓഫ് 3842 പ്ലസ് 15% ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു 2449 ആണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, 1/2 ഓഫ് 3842 എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 2 ആണ് അല്ലേ, 3842 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, വീണ്ടും നമ്മുടെ ട്രഡീഷണൽ പോലെ ഇങ്ങനെ 3842 ഡിവൈഡഡ് ബൈ 2 ഇങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത്. പകരം ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ 3842 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പം നമ്മൾക്കറിയാം ഫസ്റ്റ് എന്താണ് 3 ആണ്, അപ്പം 1 വരും ഫസ്റ്റ്, പിന്നെ 2 18 ആണ് അല്ലേ, 2 വരുമ്പോൾ ബാക്കി 1 8, സോ 1 9, പിന്നെ 1921 അല്ലേ, 1921 ആണ് ഇവിടെ കിട്ടുക. സോ 1921 പ്ലസ് 15%, ദാറ്റ് ഇസ് 15/100 ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു 2449 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്യാം, 2449ഉം 1921ഉം കൂടി മൈനസ് ചെയ്യാം. 8 2 പിന്നെ എത്രയാണ്, 14 മൈനസ് 9 എത്ര വരും, 5 528 528 528 എന്ന് കിട്ടി. ഇനി 528 ദാറ്റ് ഇസ് 15/100 എക്സ് ആണ് 528. നമ്മൾക്ക് വേണമെങ്കിൽ ഇതിനെ ക്യാൻസൽ ചെയ്യാം. എത്ര വെച്ചിട്ട്, 3 × 5, 3 വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാം അല്ലേ, 5 × 3 ആണ് 528. അപ്പോൾ ഇവിടെ നമ്മൾ 3 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എത്ര വരും, 1 വരും അല്ലേ, എത്ര 3 അല്ലേ, 1 × 3 അപ്പോൾ ബാക്കി 22 എന്ന് വരും. അപ്പോൾ 21 7, പിന്നെ 18 ആണ്, ദാറ്റ് ഇസ് 176. ഇത് മനസ്സിലായോ? അതായത് 528 ഡിവൈഡഡ് ബൈ 3 ആണ് ചെയ്തത്. 3 × 1 അല്ലേ, ഇങ്ങനെ വരും, 1 × 3 ആണ്, പിന്നെ ബാക്കി 22, അവിടെ എത്ര വരും 7. അപ്പോൾ ഇവിടെ 21 18, ദാറ്റ് ഇസ് 6, 18 കറക്റ്റ് പോവും അല്ലേ. സോ അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഇങ്ങനെയൊന്നും ചെയ്യാതെ ഇതിൽ തന്നെ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, സോ 176 ആണ്. സോ 5x ഇസ് ഈക്വൾ ടു 176 × 100. അപ്പം നമ്മൾക്ക് വേണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം, ഈ 5x/100 ഇസ് ഈക്വൾ ടു 176. നമുക്ക് 176 ഡിവൈഡഡ് ബൈ 5 എന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, 176 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എത്രയാണ് വരിക, 5 × 3 എന്താണ്, 15 ആണ് അല്ല, 5 × 3 15 ആണ്, പിന്നെ 26, 5 × 5 25, സോ പിന്നെ ബാക്കി 1 പിന്നെ 0, അപ്പോൾ 35.2 എന്ന് കിട്ടി. അപ്പോൾ x/100 ഇസ് ഈക്വൾ ടു 35.2 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾക്ക് അറിയാം x ഇസ് ഈക്വൾ ടു, നമ്മൾക്ക് ഇവിടെ ക്രോസ് ഇങ്ങനെ 100 അങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ എന്ത് ചെയ്യും, 35.2 × 100 ആണ്, 35.2 100. അതെങ്ങനെ ചെയ്യുക, 35200 കിട്ടും അല്ലേ. എന്നിട്ട് പോയിന്റ് ഒരു ഇതല്ലേ പോയിന്റ് 2 ആണ്. സോ ഈ 0 ക്യാൻസൽ ആവും, കാരണം ഇവിടെ അല്ലേ പോയിന്റ് വരിക. അപ്പോൾ എന്താ ആൻസർ വരിക, 3520 ഇസ് ദ ആൻസർ. ഓപ്ഷൻ നമ്പർ എ ആണ് ആൻസർ. ഓക്കെ, ഇതൊക്കെ ഞാൻ വളരെ ബേസിക് ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഇത്രയും സ്റ്റെപ്സ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. എന്ത് ചെയ്യുക, ആൻസേഴ്സ് കിട്ടിയിട്ടുള്ളവർ പെട്ടെന്ന് എന്ത് ചെയ്യുക, വീഡിയോ സ്പീഡാക്കിയിട്ട് അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ, 15x/100. ഇവിടെ എന്താ ചെയ്തത്, 100 അങ്ങോട്ടേക്ക് എടുത്തതാണ്. 5x/100 ഇസ് ഈക്വൾ ടു 176 ആണ്. അപ്പോൾ 5ഉം 176ഉം ഡിവൈഡ് ചെയ്തു, 35.2 കിട്ടി. സോ x/100 ഇസ് ഈക്വൾ ടു 35.2 എന്ന് കിട്ടി. സോ x ഇസ് ഈക്വൾ ടു ദാറ്റ് 35.2 × 100. നമ്മൾ 100 അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി, ഇവിടെ പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 35200 ആണ് അതിൻ്റെ ആൻസർ. എന്നിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ ആ 0 ക്യാൻസൽ ആവില്ലേ. സോ 3520 ഇസ് ദി ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ, what will come in place of the question, you do not have to calculate the exact value. അപ്പോൾ ഇത്രയും നേരം ഉണ്ടായിരുന്നതെല്ലാം എന്താണ്, സിംപ്ലിഫിക്കേഷൻ ആണ്. what will come in place of the question mark in the following questions. ഓക്കെ, പക്ഷേ ഇതെന്താണ്, ഈ ക്വസ്റ്റ്യൻ അപ്രോക്സിമേഷൻ ആണ്. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട,
എക്സാക്റ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, എന്താണ് അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടാൽ മതി. ഓക്കെ, സോ 163.7.28 അതിന് നമ്മൾ എന്ത് ചെയ്യുക, 163.7 തന്നെ എടുക്കുക. ഓക്കെ, പിന്നെ 1781.47 1781 തന്നെ എടുക്കുക. ഇത് 1257 തന്നെ എടുക്കുക. ഇനി 0.5 സംതിങ് ആണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് വാല്യൂ എടുക്കുക. 1257.56 ആണെങ്കിൽ 1258 എന്ന് എടുക്കുക. മനസ്സിലായോ? അപ്പോൾ ഇത് ജസ്റ്റ് 1637. അപ്പോൾ ഇത് ജസ്റ്റ് ആഡ് ചെയ്ത് പോവാം. 7 അതായത് 1637 1781 1257 ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എടുത്തെഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ തന്നെ നോക്കിയിട്ട് 7 14 14 + 1 15 അല്ലേ? സോ 15, സോ 1 ക്യാരി. സോ 3 8 8 3 11 and 11 + 5 6 11 + 5 എത്രയാണ്? 26 and 26 + 1 27. ഓക്കെ, then 6 7 is 13 and 13 + 2 15 and 15 + 2 17. അങ്ങനെയാണോ? 6 ഇവിടെ എത്രയാണ്? 3 + ഒരു മിനിറ്റ്. ഓക്കെ, 7 + 7 7 14 14 + 1 15 അല്ലേ? 14 + 1 15 5 എന്ന് കിട്ടി ലാസ്റ്റ്. പിന്നെ വരുന്നത് 3 8 + ഓക്കെ 8ഉം 5ഉം 8ഉം 5ഉം എത്രയാണ്? 13 ആണ്. 13 + 3 എത്രയാ? 16 and 16 + 1 17 അല്ലേ? 16 + 1 17, 1 carry. The next one 2 + 7 + 2 + 7 എത്രയാണ്? 9 ആണ്. 9 + 6 15 15 + 1 16 and again 1 carry. 1 + 1 + 1 3 and 3 + 1 is 4. So 4675 അതിനോട് അടുത്തുള്ള ഏതെങ്കിലും നമ്പർ ഓപ്ഷനിലുണ്ടോ നോക്കുക. 4676 ഉണ്ട്. 4675 ആണ് കിട്ടിയത്, പക്ഷേ ഇവിടെ 4676 ഉണ്ട് അല്ലേ? സോ ദിസ് ഇസ് ദി ആൻസർ, അപ്രോക്സിമേറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, നമ്മൾക്ക് ബോട്ട് മാത്സ് അറിയില്ല എല്ലാവർക്കും. ബോട്ട് മാത്സ് വെച്ചിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പം, അതായത് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ ഒരുമിച്ച് വരുമ്പോൾ ഇത് ബ്രാക്കറ്റ് ഇത് ഓഫാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത്, അതായത് അഡീഷന് മുമ്പ് എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടാണ് അഡീഷൻ ചെയ്യേണ്ടത്, അഡീഷൻ ചെയ്തിട്ടാണ് സബ്ട്രാക്ഷൻ ചെയ്യേണ്ടത്. ഓക്കെ, മാസ് അത് ഓർത്ത് വെച്ചാൽ മതി. മാസ് ബോർഡ് മാത്സിലെ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടാണ് അഡീഷൻ ചെയ്യേണ്ടത്, അഡീഷൻ കഴിഞ്ഞിട്ടാണ് അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? 16 × 1.5 അതെങ്ങനെയാണ് ചെയ്യുക? ഒന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മൈൻഡിൽ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 16 × 10 + 5 എന്ന് മൈൻഡിൽ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. സോ 160 അല്ലേ? 160 എന്ന് കിട്ടും. ദെൻ 16 × 5 എത്ര കിട്ടും? 16 × 5 എന്ന് പറഞ്ഞാൽ 80 കിട്ടും. സോ 160 + 80 എത്ര കിട്ടും? 240 ആണ് അല്ലേ? സോ 16 × 1.5 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 240. പക്ഷേ ഇവിടെ പോയിന്റ് ഉള്ളതുകൊണ്ട് ഇവിടെ പോയിന്റ് ഇടും. അപ്പോൾ ഈ 0 പോകും. 24 ആണ്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മറ്റേ രീതിയിലും മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ? 16 × 15 ഇങ്ങനെയും ചെയ്യാം. അപ്പം 30 വരും. 5 6 11 11 + 3 ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? മൈൻഡിൽ തന്നെ 16 × 10 160 അല്ലേ? 16 × 10 160 ആൻഡ് 16 × 5 is 80. സോ 160 + 80 ദാറ്റ് ഈസ് 240. പിന്നെ ഇൻറ്റു 1.5 ആയതുകൊണ്ട് 24 എന്ന് എടുക്കും. ഓക്കെ, ഇത്രയും സ്പീഡായിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എത്രയാണ്? 24 + 156 156ഉം 24ഉം അല്ലേ? അപ്പോൾ എത്ര വരും? 10 8 180. ഇനി 180 - 21 എന്ന് പറയുന്നത് 9 എത്രയാണ്? 159. 180 - 21 is 159. 159 is the answer.
ഓക്കെ, ഇത് ഈസി അല്ലേ? ഓക്കെ, ഇനി വരുന്നത് സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ 8 ഫ്രണ്ട്സ് ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുക. സുഷമ, സരിത, സുനിത, സുജാത, സുമൻ, ശശി, സ്നേഹ ആൻഡ് ശാലിനി ആർ സിറ്റിംഗ് അറൗണ്ട് എ സർക്കുലർ ടേബിൾ ഫേസിംഗ് ദ സെൻറ്റർ. അപ്പോൾ എന്താണ് സർക്കുലർ ടേബിൾ ആണ്. സർക്കുലർ ടേബിൾ ഫേസിംഗ് ദ സെൻറ്റർ ആണ് എല്ലാവരും. 8 പേഴ്സൺസ് 1 2 3 4. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ തന്നെ നിങ്ങൾ ലൈൻസ് വരയ്ക്കുക. ഓക്കെ, 6 7 8. അപ്പോൾ എല്ലാവരും എന്താണ് ഫേസിംഗ് സെൻറ്റർ ആണ്. പിന്നെ അവർക്ക് എന്താണ് ഓരോരുത്തർക്കും ഡിഫറെൻറ്റ്. ഓക്കെ, സർക്കുലർ ടേബിൾ ഫേസിംഗ് സെൻറ്റർ. ഈച്ച് ഓഫ് ദം ലൈക്സ് എ ഡിഫറെൻറ്റ് മൂവിയാണ്. നിറം, പ്രിയം, കുമ്പളങ്ങി നൈറ്റ്സ്, ട്രാൻസ്, ഉയരെ, ലൂസിഫർ, ദൃശ്യം ആൻഡ് ഹിറ്റ്ലർ. ഇനി ഇവിടുന്ന് മുതലാണ് കറക്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ഇവിടുന്ന് മുതൽ ഇവിടെ വരെയാണ് കറക്റ്റ് നമ്മൾ സോൾവ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ പെട്ടെന്നൊരു 20 സെക്കൻഡ്സിനുള്ളിൽ പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് കണ്ണോടിച്ചിട്ട് വായിക്കുക. എന്നിട്ട് ഇതിൽ എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടോ നോക്കുക. അപ്പോൾ ആരെങ്കിലുടെയും ലെഫ്റ്റിലോ അല്ലെങ്കിൽ സെക്കൻഡ് ലെഫ്റ്റിലോ സെക്കൻഡ് റൈറ്റിലോ എന്ന് പറയുന്നുണ്ടോ നോക്കുക. എന്നിട്ട് അതേ ആളുടെ കുറിച്ച് തന്നെ വീണ്ടും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ നോക്കുക. അപ്പോൾ അങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള ഒരാൾ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പം ദർ ആർ 2 പേഴ്സൺസ് ഹു ലൈക്സ് നിറം ആൻഡ് പ്രിയം ഡസ് നോട്ട് സെറ്റ്. ഇതൊന്നും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. സുനിത ആൻഡ് സ്നേഹ ആർ ഇമ്മീഡിയറ്റ് നൈബേഴ്സ് ആൻഡ് ഐദർ ഓഫ് ദം ലൈക്ക്. ഇല്ല, ഇതും പറ്റില്ല. ഇനി ഇവിടെ നോക്കൂ, സുഷമ ഹു ലൈക്സ് ദൃശ്യം സിറ്റ് സെക്കൻഡ് റൈറ്റ് ഓഫ് ദ ഗേൾ ഹു ലൈക്സ് ഹിറ്റ്ലർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, സുഷമേനെ വെക്കാം അല്ലേ. സുഷമ ഹു ലൈക്സ് ദൃശ്യം. സുഷമ ഹു ലൈക്സ് ദൃശ്യം. ഓക്കെ, സുഷമ ഹു ലൈക്സ് ദൃശ്യം സിറ്റ് സെക്കൻഡ് റൈറ്റ് ഓഫ് ദ ഗേൾ ഹു ലൈക്സ് ഹിറ്റ്ലർ. അപ്പോൾ ഇവിടെയാണ് ഹിറ്റ്ലർ എന്ന് മനസ്സിലായി അല്ലേ. ഇവിടെയാണ് ഹിറ്റ്ലർ. ഹിറ്റ്ലറിൻ്റെ റൈറ്റ് ആണല്ലോ ഇങ്ങോട്ട്. ഹിറ്റ്ലറിൻ്റെ സെക്കൻഡ് റൈറ്റ് 1 2 സെക്കൻഡ് റൈറ്റിലാണ് സുഷമ എന്നുള്ളത് മനസ്സിലായി. ഇനി ആൻഡ് സുമൻ, സരിത ആൻഡ് സുമൻ നൈദർ ലൈക്ക് ഹിറ്റ്ലർ. അപ്പോൾ ഈ ഹിറ്റ്ലർ ആർക്കൊക്കെ ഇഷ്ടമല്ല, സുമനും ഇഷ്ടമല്ല, അതേപോലെ സരിതയ്ക്കും ഇഷ്ടമല്ല. അതേപോലെ തന്നെ നോ സെറ്റ് സരിത ആൻഡ് സുമൻ നൈദർ ലൈക്ക് ഹിറ്റ്ലർ നോ സെറ്റ് അഡ്ജസൻറ്റ് ടു സുഷമ. സുഷമയുടെ തൊട്ടടുത്ത് രണ്ട് ഭാഗത്തും അല്ലേ അഡ്ജസൻറ്റ്. ഇതും സുഷമയുടെ അഡ്ജസൻറ്റ് സീറ്റാണ്, ഇതും സുഷമയുടെ അഡ്ജസൻറ്റ് സീറ്റാണ്. അപ്പോൾ സുഷമയുടെ തൊട്ടടുത്ത് ആര് വരില്ല, സുമനും വരില്ല, സരിതയും വരില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യില്ല, സുമൻ വരില്ല, സരിത വരില്ല, ഈ സുഷമയുടെ തൊട്ടടുത്തായിട്ട്. ഓക്കെ, സുമൻ ഹു ലൈക്സ് പ്രിയം സിറ്റ് സെക്കൻഡ് ലൈറ്റ്. ഇവിടെയൊന്നും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇനി നോക്കൂ, ഇതാ ദ ഗേൾ ഹു ലൈക്സ് നിറം ആൻഡ് പ്രിയം ഡസ് നോട്ട് സിറ്റ് ഓപ്പോസിറ്റ് ടു സുഷ്മ. അപ്പോൾ സുഷ്മയുടെ ഓപ്പോസിറ്റിൽ ആര് വരില്ല, നിറം പ്രിയം ഇഷ്ടമുള്ളവർ വരില്ല. നിറം അതേപോലെ പ്രിയം ഇത് രണ്ടും ഇഷ്ടമുള്ളവർ എന്ത് ചെയ്യില്ല, സുഷമൻ്റെ ഓപ്പോസിറ്റിൽ വരില്ല. ഓക്കെ, സുനിത ആൻഡ് സ്നേഹ ഇമ്മീഡിയറ്റ് നൈബേഴ്സ് ആൻഡ് നൈദർ ഓഫ് ദം ലൈക്സ് ഹിറ്റ്ലർ ആൻഡ് പ്രിയം. അപ്പോൾ ഹിറ്റ്ലർ ഇഷ്ടമില്ലാത്ത ആരൊക്കെയാണ്, സുനിതയ്ക്കും ഹിറ്റ്ലർ ഇഷ്ടമല്ല, അതേപോലെ സ്നേഹയ്ക്കും എന്തിഷ്ടമല്ല, ഹിറ്റ്ലർ ഇഷ്ടമല്ല, അതേപോലെ പ്രിയമും ഇഷ്ടമല്ല. ഓക്കെ, അപ്പോൾ സുമൻ, സരിത, സുനിത, സ്നേഹ ഇവർക്ക് ആർക്കും ഹിറ്റ്ലർ ഇഷ്ടമല്ല. പിന്നെ ബാക്കിയുള്ളത് ആരാണ് ഈ ഫ്രണ്ട്സിൽ, സുഷമ എന്തായാലും ആവില്ല, കാരണം സുഷമ ഓൾറെഡി ദൃശ്യമാണ്. പിന്നെ സരിതയ്ക്ക് ഹിറ്റ്ലർ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, പിന്നെ സുനിതയ്ക്ക് ഹിറ്റ്ലർ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, പിന്നെ സുമന് ഹിറ്റ്ലർ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, പിന്നെ സ്നേഹയ്ക്ക് ഹിറ്റ്ലർ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സുജാത, ശശി, ശാലിനി. സുജാത, ശശി, ശാലിനി ഇവർ മൂന്നാൾക്കുമാണ് ഹിറ്റ്ലർ ഇഷ്ടമുള്ള. ഇതിൽ മൂന്നെണ്ണത്തിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഹിറ്റ്ലർ ഇഷ്ടമുള്ള ആൾക്കാർ. മനസ്സിലായോ? ഇത് നമ്മൾക്ക് ഒന്നും കൂടി നോക്കാം ക്വസ്റ്റ്യൻ. ഓക്കെ,
ഓക്കെ, സരിത ഈസ് നോട്ട് എൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് സുഷ്മ. അപ്പോൾ സരിത എന്തല്ല സുഷ്മയുടെ ഇമ്മീഡിയറ്റ് നൈബർ ആവരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സരിത ലൈക്സ് ലൂസിഫർ ആൻഡ് ഓക്കെ ശശി ഡസ് നോട്ട് ലൈക്ക് ഹിറ്റ്ലർ. കണ്ടോ, ശശി ഡസ് നോട്ട് ലൈക്ക് ഹിറ്റ്ലർ. അപ്പോൾ എന്തല്ല, ശശി ഇവിടെ ഇല്ലയെന്ന് മനസ്സിലായി. അപ്പോൾ സുജാത അല്ലെങ്കിൽ ശാലിനിയാണ് ഹിറ്റ്ലർ ഇഷ്ടമുള്ള ആൾ. ഓക്കെ, സുനിത ഹൂസ് ഓക്കെ. ഈ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇമ്മീഡിയറ്റ് നൈബേഴ്സ് ഓഫ് സുമൻ ഫേസസ് സുനിത ഹൂസ് എ തേർഡ് ലെഫ്റ്റ് ഓഫ് ദ വൺ ഹൂ ലൈക്സ് ദൃശ്യം. അപ്പോൾ സുനിത, അതാണ് ഹൂ എന്ന് ഉദ്ദേശിച്ചത് ഈ സുനിതയാണ്. സുനിത ഹൂസ് എ തേർഡ് ലെഫ്റ്റ് ഓഫ് ദ വൺ ഹൂ ലൈക്സ് ദൃശ്യം. അപ്പോൾ ദൃശ്യം ഇവിടെയാണ് അല്ലേ, സുഷ്മയാണ്. അപ്പോൾ ദൃശ്യത്തിൻ്റെ ലെഫ്റ്റ്, തേർഡ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? 1 2 3 ഇവിടെയാണ് ആര്? സുനിത. ഓക്കെ, സുനിത ദ ഇമ്മീഡിയറ്റ് നൈബേഴ്സ് ഓഫ് സുനിത. അപ്പോൾ സുനിത എവിടെയാണ്? ഇവിടെയാണ്. ദൃശ്യത്തിൻ്റെ 1 2 3 തേർഡ് ലെഫ്റ്റ്. ഓക്കെ, സോ ദി ഇമ്മീഡിയറ്റ് നൈബേഴ്സ് ഓഫ് സുമൻ്റെ ഇമ്മീഡിയറ്റ് നൈബേഴ്സ് ആരെ ഫേസ് ചെയ്യുന്നുണ്ട്? സുനിതയെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സുനിതയെ ഫേസ് ചെയ്യുന്ന ആൾ ആരാണ്? ഇതാണ് സുനിതയെ ഫേസ് ചെയ്യുന്ന ആൾ. അപ്പോൾ ഇത് ആരുടെ നൈബറാന്ന് മനസ്സിലായി? സുമൻ്റെ നൈബറാന്ന് മനസ്സിലായി അല്ലേ? സുമൻ്റെ നൈബറാന്ന് മനസ്സിലായി. കാരണം ഇപ്പുറത്തെ സുഷ്മയാണ് അല്ലേ, ഇപ്പുറത്തെ സുഷ്മയാണ്. അപ്പോൾ ഇപ്പുറത്താണ് സുമൻ എന്നുള്ളത് മനസ്സിലായി. കാരണം ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് സുമനാണ് ഇത് ആരാണ്? ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് സുമനാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് സുമനാണ് സുനിതയെ ഫേസ് ചെയ്യുന്ന ആൾ. അപ്പോൾ ഇവിടെ സുമനാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ സുമൻ കിട്ടി, സുഷമ കിട്ടി അല്ലേ? ആൾക്കാരിൽ സുമൻ കിട്ടി, സുഷമ കിട്ടി. ഇനി ഇത് സുജാത ശാലിനി ഏതാണെന്ന് അറിയില്ല. ഇവിടെ സുനിതയാണ്. ഓക്കെ, സരിത ലൈക്സ് ഓക്കെ സുനിത ഡസ് നോട്ട് ലൈക്ക് നിറം. സുനിതയ്ക്ക് എന്ത് ഇഷ്ടമല്ല? നിറം ഇഷ്ടമല്ല. അപ്പോൾ ഇത് സുനിതയാണ്. ഇവിടെ എന്ത് വരില്ല? നിറം വരില്ല. അതിനിടയിലൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. സരിത ആൻഡ് സുമൻ നൈദർ ലൈക്ക് ഹിറ്റ്ലർ നോസ് ഇറ്റ്. ഓക്കെ, സുമൻ ഹു ലൈക്സ് പ്രിയം. ഇവിടെ എന്താണ്? സുമൻ ഹു ലൈക്സ് പ്രിയം. അപ്പോൾ സുമൻ ആരാണ്? പ്രിയം ഇഷ്ടമുള്ള ആളാണ്. ഓക്കെ, സുമൻ ഹു ലൈക്സ് പ്രിയം സിറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് സ്നേഹ. അപ്പോൾ സുമൻ എന്ന് പറയുന്നത് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് സ്നേഹ. അപ്പോൾ ഇവിടെ ആരാണ്? സ്നേഹയാണ്. ഓക്കെ, സ്നേഹ. ഓക്കെ, ദിസ് ഇസ് സ്നേഹ. ഇപ്പോൾ സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് സ്നേഹയാണെന്ന് മനസ്സിലായി. പക്ഷേ ഇത് നിറം പ്രിയം വരില്ല, സ്നേഹ. ഓക്കെ, സോ ദിസ് ഇസ് സ്നേഹ. സ്നേഹയുടെ സെക്കൻഡ് ലെഫ്റ്റിലാണ് സുമൻ. ഓക്കെ, പിന്നെ എന്താണ്? സ്നേഹ ഹു ലൈക്സ് ട്രാൻസ്. അപ്പോൾ സ്നേഹയ്ക്ക് ഇഷ്ടം ഏതാണ്? ട്രാൻസ് ആണ്. ഓക്കെ, സ്നേഹ ഹു ലൈക്സ് ട്രാൻസ്. ഓക്കെ, ഇത് സ്നേഹയുടെയാണ് ട്രാൻസ്. അപ്പോൾ സുനിതയുടെ അറിയില്ല, ഹിറ്റ്ലർ കിട്ടി. പിന്നെ സുഷ്മ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നുണ്ട് ദർ ആർ 2 persons ബിറ്റ്വീൻ ദോസ് 2 girls ഹു ലൈക്സ് നിറം ആൻഡ് പ്രിയം. നിറവും പ്രിയവും തമ്മിൽ എത്ര ആൾക്കാരാണ് ഗ്യാപ്പ്? ഇൻ ബിറ്റ്വീൻ 2 ആൾക്കാരാണ്. അപ്പോൾ ഇവിടെയാണ് പ്രിയം അല്ലേ? പ്രിയത്തിൻ്റെ 1 2 കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നെങ്കിൽ നിറം വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ 1 2 കഴിഞ്ഞിട്ട് ഇവിടെ നിറം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ, സുനിത ഡസ് നോട്ട് ലൈക്ക് നിറം. കണ്ടോ, സുനിത ഡസ് നോട്ട് ലൈക്ക് നിറം എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ജസ്റ്റ് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക, നിറം ഇഷ്ടമല്ല, ഒരു ക്രോസ് ഇട്ട് വെക്കുക, നിറം ഇഷ്ടമല്ല എന്ന് ക്രോസ് ഇട്ട് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും നോക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായി? അപ്പോൾ പ്രിയം കഴിഞ്ഞിട്ട് 1 2 കഴിഞ്ഞിട്ട് ഇവിടെയാണ് നിറം വരിക, ഇവിടെ. ഓക്കെ, സോ നിറം പ്രിയം കഴിഞ്ഞിട്ട് 1 2 കഴിഞ്ഞിട്ട് നിറം. അപ്പോൾ ഇവിടെ എന്തായാലും ഇവിടെ പിന്നെ ചാൻസ് ഉള്ളത് എന്താണ്? പ്രിയം കഴിഞ്ഞിട്ട് 1 2 കഴിഞ്ഞിട്ട് ഈ സുനിതയുടെ ഭാഗത്താണ് നിറം. പക്ഷെ ഓൾറെഡി കണ്ടോ, നിറം വരില്ല എന്ന് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾക്ക് എന്ത് കിട്ടി? there are two persons between Niram and Priyam. The girl who likes Niram and Priyam does not sit opposite to Sushma. അതെ, ഇപ്പോൾ പ്രിയം ഇഷ്ടമുള്ള ആളും നിറം ഇഷ്ടമുള്ള ആളും സുഷ്മയുടെ ഓപ്പോസിറ്റിലല്ല. അപ്പോൾ അതും എന്തായി? ഇതൊക്കെ കഴിഞ്ഞു. ഓക്കെ,
does not sit opposite to Sushma. Sunita and Sneha are immediate neighbors. Sunidhയും സ്നേഹയും കണ്ടോ, സുനിത ഇവിടെ ഉണ്ട്, സുനിത ഇവിടെ ഉണ്ട്, സ്നേഹ ഇവിടെ ഉണ്ട്, ഇമ്മീഡിയറ്റ് നൈബേഴ്സ് ആണ് അല്ലെ. സുനിത ആൻഡ് സ്നേഹ ആർ ഇമ്മീഡിയറ്റ് നൈബേഴ്സ് ആൻഡ് നൈദർ ഓഫ് ദം ലൈക്സ് ഹിറ്റ്ലർ ആൻഡ് പ്രിയം അല്ലെ. രണ്ടുപേർക്കും എന്ത് ഇഷ്ടമല്ല, ഹിറ്റ്ലറും പ്രിയവും ഇഷ്ടമല്ല അല്ല. സുനിതയ്ക്ക് ഓൾറെഡി ഹിറ്റ്ലർ ഇഷ്ടമല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുനിതയ്ക്ക് ഹിറ്റ്ലർ ഇഷ്ടമല്ല, കാരണം ഹിറ്റ്ലർ ഇവിടെയാണല്ലോ ഉള്ളത്. അപ്പോൾ പ്രിയവും വരില്ല. പിന്നെ സുഷമ ഹു ലൈക്സ് ദൃശ്യം, ഇതും നമ്മൾ കഴിഞ്ഞു. സെക്കൻഡ് റൈറ്റ് ഓഫ് ദ ഗേൾ ഹു ലൈക്സ് ഹിറ്റ്ലർ. സരിത ആൻഡ് സുമൻ നൈദർ ലൈക്ക് ഹിറ്റ്ലർ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സരിത ആൻഡ് സുമൻ നൈദർ നോ സിറ്റ് അഡ്ജസൻറ്റ് ടു സുഷമ, ഇതും പറഞ്ഞു. സുമൻ ഹു ലൈക്സ് പ്രിയം, സുമൻ ഹു ലൈക്സ് പ്രിയം സിറ്റ് സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് സ്നേഹ ഹു ലൈക്സ് ട്രാൻസ്, ഇതും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി സുനിത ഡസ് നോട്ട് ലൈക്ക് നിറം, ഇതും നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. നെക്സ്റ്റ് വൺ ഇമ്മീഡിയറ്റ് നൈബേഴ്സ് ഓഫ് സുമൻ ഫേസസ്, ഇതും നമ്മൾ നോക്കിയില്ല. ഇമ്മീഡിയറ്റ് നൈബേഴ്സ് ഓഫ് സുമൻ ഫേസസ് സുനിത ഹു സിറ്റ് തേർഡ് ലെഫ്റ്റ് ഓഫ് ദ വൺ ഹു ലൈക്സ് ദൃശ്യം, ഇതും കഴിഞ്ഞു. ഇനി ശശി ഡസ് നോട്ട് ലൈക്ക് ഹിറ്റ്ലർ, ശശി ഡസ് നോട്ട് ലൈക്ക് ഹിറ്റ്ലർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുജാത ആൻഡ് ശാലിനിയാണ് ചാൻസസ് അല്ലേ. സോ ബോത്ത് സുജാത ആൻഡ് ശാലിനി ഡു നോട്ട് ലൈക്ക് നിറം ആൻഡ് കുമ്പളങ്ങി നൈറ്റ്സ്. അപ്പോൾ സുജാതയ്ക്കും ശാലിനിക്കും എന്ത് ഇഷ്ടമല്ല, നിറവും ഇഷ്ടമല്ല. അപ്പോൾ ഒരിക്കലും ഇവിടെ എന്ത് വരില്ല, സുജാതയും ശാലിനിയും ഈ ഭാഗത്ത് വരില്ല. ഓക്കെ, ഈ ഭാഗത്ത് വരില്ല. അപ്പോൾ ഇവിടെയും ചാൻസ് ഉണ്ട്, ഇവിടെയും ചാൻസ് ഉണ്ട്, ഇവിടെയും ചാൻസ് ഉണ്ട്. ഓക്കെ, സരിത ലൈക്സ് ലൂസിഫർ. അപ്പോൾ ഇവിടെ സരിത എവിടെ വരിക, സരിത ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് സുഷ്മ. അപ്പോൾ ഇവിടെ ഒരിക്കലും എന്ത് വരില്ല, സരിത വരില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടോ, സരിത ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് സുഷ്മ. സരിത ഇവിടെയും വരില്ല, ഇവിടെയും വരില്ല, കാരണം ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് സുഷമയല്ല. അപ്പോൾ ആകെ ചാൻസ് ഉള്ളത് സരിതയ്ക്ക് എവിടെയാണ്, ഇവിടെയാണ്. സരിതയ്ക്ക് വരാൻ ചാൻസ് ആകെ ഇവിടെയാണ്. കാരണം എന്താ, ഇവിടെ ഹിറ്റ്ലറിൻ്റെ ചാൻസ് ഏതൊക്കെയാണ്, സുജാതയും ശാലിനി മാത്രം. ഒരിക്കലും ഹിറ്റ്ലർ സരിത ആവില്ല എന്നുള്ളത്, സരിതയ്ക്ക് ഇഷ്ടം ഹിറ്റ്ലർ അല്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സുജാതയും ശാലിനിയും മാത്രമാണ് ഹിറ്റ്ലറിൻ്റെ പോസിബിൾ കേസസ്. ഓക്കെ, പോസിബിൾ ഹിറ്റ്ലർ ഇഷ്ടമുള്ള പോസിബിൾ ആയിട്ടുള്ള രണ്ടാൾക്കാർ സുജാതയും ശാലിനിയാണ്. പിന്നെ ഇവിടെ രണ്ടും കേസിലും വരില്ല എന്ന് പറഞ്ഞു സരിത. അപ്പോൾ സരിത ഇവിടെയാണ്. സരിതയ്ക്ക് ആരാണ് ഇഷ്ടം, ലൂസിഫറാണ് സരിതയ്ക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. ഇനി സുനിതയ്ക്ക് ഏത് ഫിലിമാണ് ഇഷ്ടം എന്ന് കണ്ടുപിടിക്കണം. പിന്നെ നിറം, ഓക്കെ, സരിത ലൈക്സ് ലൂസിഫർ ആൻഡ് സുജാത ലൈക്സ് ഉയരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുജാത ഇതിലേതാണ്. അപ്പോൾ ഒരിക്കലും സുജാത ലൈക്സ് ഉയരെ എന്ന് പറഞ്ഞാൽ സുജാത ഒരിക്കലും ഹിറ്റ്ലർ ആവില്ല. സുജാതയ്ക്ക് ഏതാണ് ഇഷ്ടം, ഉയരെയാണ് ഇഷ്ടം അല്ലേ. കണ്ടോ, അപ്പോൾ സുജാത നമുക്ക് മായ്ക്കാം, ശശി മായ്ക്കാം. അപ്പോൾ ബാക്കി ആരാളുള്ളത്, ശാലിനിയാണുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾക്കൂടെ ശാലിനിയാണ് ഹിറ്റ്ലർ ഇഷ്ടമുള്ളത്. ഓക്കെ, അപ്പോൾ ഹിറ്റ്ലർ ശാലിനിന്ന് കിട്ടി. പിന്നെ ഏതാണ്, സുജാത ലൈക്സ് ഉയരെ. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് ഇവിടെയാണ്. അപ്പോൾ ഇത് നിറമാണ്. അപ്പോൾ ഇതെന്താണ്, ഉയരെയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതെന്താണ്, ഉയരെ. കാരണം പിന്നെ ബാക്കിയുള്ളത് സുനിതയാണ് അല്ലേ, സുനിത. പക്ഷേ സുജാത ലൈക്സ് ഉയരെ, ഇവിടെയാണ് എന്തായാലും സുജാത വരിക എന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ സുജാത ലൈക്സ് ഉയരെ, സുജാത ലൈക്സ് ഉയരെ. പിന്നെ സരിത ലൈക്സ് ലൂസിഫർ ആൻഡ് സുജാത ലൈക്സ് ഉയര, അതും കഴിഞ്ഞു. സരിത ഇസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് സുഷമ, അതും കഴിഞ്ഞു. ഇനി ഏതാണ്, ബോത്ത് സുജാത ആൻഡ് ശാലിനി ഡു നോട്ട് ലൈക്ക് നിറം ആൻഡ് കുമ്പളങ്ങി നൈറ്റ്സ്. അപ്പോൾ ഇവിടെ എന്ത് വരില്ല, നിറം ഒരിക്കലും സുജാത വരില്ല എന്ന് മനസ്സിലായി, ശാലിനിയും ഒരിക്കലും വരില്ല എന്ന് മനസ്സിലായി. അപ്പോൾ കറക്റ്റാണ്. അതേപോലെ കുമ്പളങ്ങി നൈറ്റ്സും ആർക്കാണ്, സുനിതയ്ക്കാണ് കുമ്പളങ്ങി നൈറ്റ്സ്. കുമ്പളങ്ങി നൈറ്റ്സ് സുനിതയാണ് മനസ്സിലായി. ഇപ്പം എല്ലാം കറക്റ്റ് ആയില്ല. അപ്പം നിറം ആർക്കായിരിക്കും ഇഷ്ടം, ബാക്കി ആരാ ബാക്കിയുള്ളത്, സുഷമ, സരിത, സുനിത, സുജാത, സുമൻ, ശശി, സ്നേഹ, ശാലിനി. ഇതിലാരാ ബാക്കിയുള്ളത്, സുഷമ, സുജാത ഇവിടെയുണ്ട്, സുഷമ ഇവിടെയുണ്ട്, സരിത ഇവിടെയുണ്ട് അല്ലേ. സുഷമ ഉയരെ, സുഷമ ദൃശ്യം, സുജാത ഉയരെ, സുമൻ, പിന്നെ സുനിത കുമ്പളങ്ങി നൈറ്റ്സ്, സ്നേഹ, ശശിയാണ് നിറം അല്ലേ, ശശിയാണ്. പിന്നെ ബാക്കി ശശിയാണ് നിറം, മനസ്സിലായോ. അപ്പോൾ ഇത് ഫസ്റ്റ് വൺ ഇവിടെ സുഷമ ദൃശ്യം, പിന്നെ ഈ രണ്ടാം സുഷമയുടെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ഇതാരാണ്, ശശി നിറം, ഇവിടെ ഹിറ്റ്ലർ ശാലിനി, പിന്നെ ഇവിടെ സുനിത കുമ്പളങ്ങി നൈറ്റ്സ്, ഇവിടെ സ്നേഹ ട്രാൻസ്, ഇവിടെ ഇതാരാണ് സരിത ലൂസിഫർ, പിന്നെ സുമൻ പ്രിയം, പിന്നെ സുജാത ഉയരെ. ഓക്കെ, കുറച്ച് നീറ്റിൽ എഴുതണമെങ്കിൽ നീറ്റിൽ എഴുതരാം.
ഇതാരാണ്? സുഷ്മ. ഓക്കെ, സുഷ്മ ദൃശ്യം, DHR എന്ന് എഴുതാം. സുഷ്മ ദൃശ്യം. ഇവിടെ ആരാണ്? ശശി. ശശി നിറം, NIR എന്ന് എഴുതുക. ഇവിടെ ശാലിനി ഹിറ്റ്ലർ. ശാലിനി ഹിറ്റ്ലർ. ഇവിടെ എന്താണ്? സുനിത കുമ്പളങ്ങി നൈറ്റ്സ്. സുനിത കുമ്പളങ്ങി, KUM മാത്രം എഴുതുക. പിന്നെ സ്നേഹ ട്രാൻസ്. ഇതാരാണ്? സരിത ലൂസിഫർ. ഇതൊക്കെ മനസ്സിലാവുന്നില്ലേ? സരിത ലൂസിഫർ ആണ്. ഓക്കെ, സരിത ലൂസിഫർ ആണ്. പ്രിയം, സുമൻ പ്രിയമാണ്. ഇത് ആരാണ്? സുജാത ഉയരെ. ഓക്കെ, ഇനി നമ്മൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ഗേൾസ് ആർ ബിറ്റ്വീൻ. ഇനി പിന്നെ എന്താണ്? പിന്നെയുള്ള ഒരു 5 സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഈ ഡയഗ്രാം നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യമുള്ളൂ. ഹൗ മെനി ഗേൾസ് ആർ ബിറ്റ്വീൻ സുമൻ ആൻഡ് ശശി വെൻ കൗണ്ടഡ് ഫ്രം ആൻറ്റി ക്ലോക്ക് വൈസ് ഫ്രം സുമൻ. അതായത് സുമനും ശശിയുടെയും ഇൻ ബിറ്റ്വീനിൽ എത്ര ഗേൾസ് ഉണ്ട്? ഇതാണ് സുമൻ അല്ലേ? ഇതാണ് സുമൻ. ശശി എവിടെയാണ്? ഇവിടെയാണ് ശശി. അപ്പോൾ എത്ര ഗേൾസ് ഉണ്ട്? പക്ഷേ വെൻ കൗണ്ടഡ് ഫ്രം ആൻറ്റി ക്ലോക്ക് വൈസ്, സുമന് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് നോക്കുകയാണെങ്കിൽ 1 2 3 4 4 ആൾക്കാരാണ്. ദാറ്റ് ഈസ് മോർ ദാൻ 3 ഈസ് ദി ആൻസർ. ഓക്കെ, ഹൂസ് ഇറ്റ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഗേൾ ഹു ലൈക്സ് നിറം. നിറത്തിൻ്റെ ഓപ്പോസിറ്റ് ആരായിരിക്കുന്നത്? ഇതാണ് നിറം. ഇതാണ് നിറം അല്ലേ? ഹൂസ് ഇറ്റ് ഓപ്പോസിറ്റ് ടു നിറം. നിറത്തിൻ്റെ ഓപ്പോസിറ്റ് ആരാണ്? സരിത. സരിത ലൂസിഫർ. So what is the answer? Sarita. Option number B is the answer. In the next one, which of the following is true regarding Shashi? Shashi likes Kumpalangi nights. Ano? Alla, Shashi ഏതായിരുന്നു? നിറമാണ്. One person sit between Shashi and Suman. Shashi sit opposite to that person who likes Lucifer. Shashi sit second left to Suman. ഇതിൽ ഏതാണ് കറക്റ്റ്? Shashi sit second left to Suman. 1 2 third left ആണ്. റോങ് ആണ്. പിന്നെന്താണ്? Shashi sit opposite to the person who likes Lucifer. Shashi sit opposite to the person. Yes. കണ്ടോ? ശശി സിറ്റ് ഓപ്പോസിറ്റ് ടു ദ പേഴ്സൺ. ആരുടെ ഓപ്പോസിറ്റ് ആണ്? സരിതയുടെ ഓപ്പോസിറ്റ് ആണ് ശശി ഇരിക്കുന്നത്. ആൻഡ് ഹു ലൈക്സ് ലൂസിഫർ. സരിതയ്ക്ക് ഇഷ്ടം ലൂസിഫർ ആണ്. ഓക്കെ, സോ വിച്ച് ഇസ് ദ ആൻസർ? ഓപ്ഷൻ നമ്പർ ശശി സിറ്റ് ഓപ്പോസിറ്റ് ടു ദാറ്റ് പേഴ്സൺ ഹു ലൈക്സ് ലൂസിഫർ. ഓപ്ഷൻ നമ്പർ C. Which of the following girls sit exactly opposite to each other? Suman, Sunita, Sushma, Suman, Sujata, Suman, Shalini, Sarita, Sujata. ഇതിലെ ആരാണ് ഓപ്പോസിറ്റ്? സ്നേഹ സുഷമ ഉണ്ടോ? ഇല്ല. സരിത ശശി ഉണ്ടോ? സരിത സുജാത. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് ആ ഡയഗ്രാം നോക്കിയിട്ട് കണ്ടുപിടിക്കുക. എനിക്കിങ്ങനെ മറ്റേ പേജിലോട്ട് പോകാനുള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. സുമൻ സുനിത ഉണ്ടോ എന്ന് ഫസ്റ്റ് നോക്കുക. അതായത് സുമൻ എവിടെയാണ്? സുമൻ ഇവിടെയാണ്. സുമൻ ശാലിനിയാണ് ഓപ്പോസിറ്റ് അല്ലേ? സുമൻ ശാലിനിയാണ് ഓപ്പോസിറ്റ്. സുമൻ ശാലിനി. ഓക്കെ, ഹൂസ് എ തേർഡ് ലെഫ്റ്റ് ഓഫ് ദ ഗേൾ ഹു ലൈക്സ് കുമ്പളങ്ങി നൈറ്റ്സ്. കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ തേർഡ് ലെഫ്റ്റ് ആരാണ്? കുമ്പളങ്ങി നൈറ്റ്സ് എവിടെയാണ്? ഇതാണ് കുമ്പളങ്ങി നൈറ്റ്സ്. കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് റൈറ്റ് ആണ് അല്ലേ? അപ്പോൾ ലെഫ്റ്റ് ഏതാണ്? 1 2 1 2 3 ഇതാണ്. ഓക്കെ, സോ കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ തേർഡ് ലെഫ്റ്റ് 1 2 3 ഇസ് സുമൻ പ്രിയം. സുമൻ ഹു ലൈക്സ് പ്രിയം.
ഓക്കെ, സുമൻ ഇസ് ദ ആൻസർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം എല്ലാ ദിവസവും ഇങ്ങനെ ഒരു 15 ക്വസ്റ്റ്യൻസ്, അതായത് 5 ക്വസ്റ്റ്യൻസ് ഫ്രം ഇതേ ടോപ്പിക് ആയിരിക്കില്ല, പക്ഷേ 5 ക്വസ്റ്റ്യൻസ് ഓരോ സബ്ജക്ട്സിനും ഓരോ സെഷനിലും 5 ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു മിനി മോക്ക് ടെസ്റ്റ് ഡെയിലി ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈവൻ ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം പഠിക്കാൻ ഒരു ലേസിയാണ്, ഇപ്പോൾ നിങ്ങൾ റീസണിങ് മാത്രം ഇന്ന് പഠിക്കുന്നു, ഇംഗ്ലീഷും മാത്സും നിങ്ങൾ തൊട്ടിട്ടില്ല, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, അറ്റ്ലീസ്റ്റ് ഈ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യും, എല്ലാ ടോപ്പിക്സും എല്ലാ സബ്ജക്ട്സും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകും. മനസ്സിലായില്ല? അങ്ങനെ ടച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എല്ലാ ദിവസവും 3 സബ്ജക്ട്സും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നത് ആണ് ഏറ്റവും നല്ലത്. ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ലേസി ആയിട്ടുള്ളവർ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ സൊല്യൂഷനും കിട്ടും അല്ല, അപ്പോൾ അത് ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റേത് എന്ത് ചെയ്യാം, മോക്ക് ടെസ്റ്റ് അല്ലാതെ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സൊല്യൂഷൻസ് കിട്ടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു കോൺഫിഡൻസ് കുറയാറുണ്ട് ചിലർക്ക്. അയ്യോ, എനിക്ക് ഈ സൊല്യൂഷൻ മനസ്സിലായില്ല, അപ്പോൾ എനിക്ക് വയ്യ, അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ തന്നെ ഒരു ലേസിനെസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലാകുമ്പോൾ സൊല്യൂഷൻസും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ദീപ്സ് എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുക. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. സോ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ, കീപ് സപ്പോർട്ടിങ് ആസ്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ നാളെ എന്ത് ചെയ്യാം, പ്രിലിമിനറി മിനി മോക്ക് ടെസ്റ്റ്, ഇതുപോലത്തെ ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നാളെ കാണുന്നവരെ ദിസ് ഇസ് ദീപ്തി സൈനിങ് ഓഫ് ഫ്രം ക്രാക്ക് വിത്ത് ജാക്ക് മലയാളം ചാനൽ. ബൈ.